ഹായ് എവരിബഡി, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ കുട്ടികൾക്ക് നമ്മൾ കിച്ചടി ഉണ്ടാക്കി കൊടുക്കില്ലേ. മീൻസ് ഒരു 6 മാസം കഴിഞ്ഞ ശേഷം ഡോക്ടർ പറയും എന്തെങ്കിലുമൊക്കെ സോളിഡായിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫുഡ് കൊടുക്കാൻ വളരെ നല്ലതാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ചൈൽഡിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കിച്ചടിക്ക് വേണ്ടുന്ന മെയിൻ 2 ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റ് റൈസ്. വൈറ്റ് റൈസ് എന്ന് വെച്ചാൽ നമുക്ക് ജീര റൈസ് എടുക്കാം, കൈമ റൈസ് എടുക്കാം, അതല്ലെങ്കിൽ റേഷന് കിട്ടുന്ന വൈറ്റ് റൈസ് എടുക്കാം, മാർക്കറ്റിംഗ് വാങ്ങുന്ന വൈറ്റ് റൈസ് എടുക്കാം. എന്താണെങ്കിലും വേണ്ടിയത് വൈറ്റ് റൈസാണ്. അത് എടുക്കുന്നതിന് കാരണം അത് എളുപ്പം വേകും. അപ്പോൾ ഒരു കൈയില്ല നമ്മുടെ കൈ 1 ഹാൻഡ് ഫുള്ള്, ഒരു കൈയാണ് പച്ചരി എടുക്കരുത്, ഒരു കൈ പച്ചരി എടുക്കും. ഇനി നമ്മൾക്ക് അടുത്തത് വേണ്ടിയത് അതേപോലെ തന്നെ സെയിം എമൗണ്ട്, ഇച്ചിരി കുറഞ്ഞാലും വേണ്ടിയില്ല, കൂടാൻ പാടില്ല. മൂങ്കിടാൽ എടുക്കണം. മൂങ്കിടാലെന്ന് വെച്ചറിയാമല്ലോ, ചെറുപയറിൻ്റെ പരിപ്പ് മഞ്ഞ കളറുണ്ട്, അതും എടുക്കുക ഒരു കൈ. അത് സ്വല്പം അതിൻ്റെ എമൗണ്ട് കുറഞ്ഞാലും സാരമില്ല, അതും കൂടി ഒരു കൈ എടുക്കുക. ഏതായാലും രണ്ടും കൂടെ വേണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾക്ക് ഒരെണ്ണത്തിനകത്തിട്ട് കാണിക്കും. അപ്പോൾ ഇതിപ്പം മൂങ്കിടാലും റൈസും എടുത്തു. ഇനി ഇതിൻ്റെ കൂടെ വേറെ 1-2 ഇൻഗ്രീഡിയൻസും കൂടെ വേണം. അത് നമ്മൾക്കിത് വാഷ് ചെയ്ത ശേഷം കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ റൈസും പിന്നെ പരിപ്പും കൂടെ ഇതിന് 1/2 ഗ്ലാസ്സേ ഉള്ളൂ. അത് കുക്കറിലോട്ട് ഇടുക. ഇട്ട ശേഷം ഇതിന് 2.5 ഗ്ലാസ് 2.5 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിക്കും. 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ജീരം 1/4 ടീസ്പൂൺ ജീര, 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ 1/4 എന്ന് വെച്ചാൽ 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ സോൾട്ട്. ഇത്രയും കൂടെ ഇട്ട് വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇതിനകത്ത് വെജിറ്റബിൾസ് ആണ് ഇടേണ്ടത്. എല്ലാ വെജിറ്റബിൾസും അല്ല. പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇത് 3 ഇടാം. ഇത് 3 കൂടെ 1/4 ക്യാരറ്റ് എടുക്കുക, 1/4 ബീട്രൂട്ട് എടുക്കുക, 1/4 പിന്നെ പൊട്ടറ്റോ എടുക്കുക, ഉരുളക്കിഴങ്ങ് ഇടുക. അത് 3 കൂടെ കുറച്ച് എടുക്കുക, ഒരുപാട് ഇടാൻ പാടില്ല. അതാണ് പറഞ്ഞത്. അത് കട്ട് ചെയ്ത് കുറച്ച് മാത്രം കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇടാം. 3 കൂടെ മിക്സ് ചെയ്തിടാം. അതല്ലേ എങ്കിൽ ഇന്നത്തെ ദിവസം ക്യാരറ്റ് ഇടുക, നാളെ പൊട്ടറ്റോ ഇടുക, മറ്റന്നാളിൽ ബീട്രൂട്ട് ഇടുക. കുട്ടികൾക്കൊരു ചേഞ്ച് ആകും. എന്തിട്ടാലും ശരി വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തിട്ട് ഇടാൻ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ക്യാരറ്റ് ഇട്ട് കാണിക്കാം. അപ്പോൾ അതേപോലെ പൊട്ടറ്റോയും ബീട്രൂട്ടും വേണം ഓരോ ദിവസം ഇടാൻ. അപ്പോൾ നമ്മൾക്ക് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ക്യാരറ്റ് എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ക്യാരറ്റ് ചീത്തയായിപ്പോയി. അത് കാരണം ഞാൻ പൊട്ടറ്റോ ആണെന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രയാണ് ഇത്? ഒരു ഉരുളക്കിഴങ്ങല്ലേ. അപ്പോൾ ഇതിൻ്റെ 1/2 എടുക്കുക, 1/2 മാത്രം മതി. ഒരു 1/2 പൊട്ടറ്റോ എടുത്ത ശേഷം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഇത്ര ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിനകത്തോട്ട് ഇടുക. ഒരു മുറി പൊട്ടറ്റോ മതി. ഒരു പൊട്ടറ്റോ ആകുമ്പം കൂടിപ്പോകും, അതുകൊണ്ടാണ്. തീരെ ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒരു പൊട്ടറ്റോ എടുക്കും. സ്റ്റൗ ഓൺ ചെയ്തു. ഇനി 2 വിസിൽ വരണം. 2 വിസിൽ വന്ന ശേഷം നമ്മളിത് സിമ്മി വെക്കുക. സിമ്മി വെച്ചിട്ട് വീണ്ടും ഒരു വിസിലും കൂടെ വരണം. അപ്പോൾ ടോട്ടൽ 3 വിസിൽസ് വന്ന ശേഷം ഈ കുക്കറ് വിസിലിൻ്റെ ഇത് ഒന്നും വിടാൻ പാടില്ല. എന്നിട്ട് കൂളി ചെയ്യണം. കംപ്ലീറ്റ് തണുത്ത ശേഷം മാത്രമേ ഈ കുക്കറ് തുറക്കാൻ പാടുള്ളൂ. എന്നിട്ട് തുറന്ന ശേഷമാണ് നമ്മൾ അതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് അന്നേരം കാണാം. അപ്പോൾ ഇത് വിസിൽ വരുന്നിടം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യും. ഫ്ലെയിമിൽ 2 വിസിൽ വന്നു. അപ്പം മുകളിൽ കൂടി ഇങ്ങനെ സ്വല്പം വരുകയൊക്കെ ചെയ്യും. അത് കാരണം പെട്ടെന്ന് നമ്മൾ സിമ്മി വെക്കുക.
സിമ്മിൽ വെച്ച ശേഷം ഇനി അടുത്ത വിസിൽ വരുന്നത് ഈ സിമ്മിൽ ഇരുന്നിട്ടായിരിക്കും. സിമ്മിലും ഒരു വിസിൽ വന്നു. ഇങ്ങനെ ഒരുപാട് വെളി വരുവാണെങ്കിൽ ഒന്ന് വെളിയിലോട്ട് മാറ്റിയിട്ട് വെച്ചാൽ മതി. ഒരു വിസിലും കൂടെ വന്നാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് കൊടുക്കാനുള്ള റൈസ് അല്ലേ. അപ്പം നമ്മൾക്ക് ഒരു വിസിലും കൂടെ വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പം സിമ്മിൽ 2 വിസിൽ വന്നാലും സിമ്മിൽ ഒരു വിസിലാണെങ്കിലും കുഴപ്പമില്ല. സിമ്മിൽ 2ാമത്തെ വിസിലും വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അത് അവിടെ ഇരുന്ന് തണുക്കണം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നു, ലോ ഫ്ലെയിമിലും 2 വിസിൽ. നമുക്കിനി ഇത് കൂളി ചെയ്യാൻ വെക്കാം. ഇനി തണുത്ത ശേഷം നമുക്കിത് തുറക്കാം. ഇതാ നമ്മുടെ കുക്കർ നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇതാ ആവശ്യത്തിന് വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. ഇൻ കേസ് വെള്ളം കുറച്ചേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേറൊരു പാത്രത്തിൽ സ്റ്റൗവിൽ കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിച്ചിട്ട് ഇതിനകത്തൊഴിച്ച് വെള്ളവും ഇതും കൂടെ അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഡയറക്റ്റ് പച്ചവെള്ളം എടുത്ത് ഒഴിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞാനൊന്ന് ഉടച്ച് നോക്കട്ടെ. ഇതാ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എല്ലാം ഉരുളക്കിഴങ്ങെല്ലാം മിക്സായി. ഇത് നല്ലതുപോലെ എല്ലാം വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും എല്ലാം മിക്സായി. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പരുവത്തിനാണ്. ഇതിപ്പോൾ ഒരു പല്ലൊക്കെ കിളിച്ച് ഒരു 7-8 മാസമായ കുഞ്ഞുങ്ങൾക്ക് തൊട്ടിത് കൊടുക്കാം. ഇനി ഇത് കുഞ്ഞിന് കൊടുക്കാൻ എടുക്കുന്ന സമയം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ കുറച്ച് ഓരോ കട്ടോരയിലെടുത്ത് കൊടുക്കില്ലേ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നെയ്യ് ആ എടുക്കുന്ന ചോറിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും നല്ലതാണ്. പനിയൊക്കെ ഉള്ളപ്പോൾ, ജലദോഷമൊക്കെ ഉള്ള സമയം, വയറിന് എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉള്ള സമയത്ത് കിച്ചടി വെച്ച് കഴിക്കില്ലേ, ആ സമയത്ത് വലിയവർക്കാണ് ഇതിനകത്ത് അയമോദകവും കായമില്ല, അസഫോറ്റിട അതുമൊക്കെ ഇടാം. കൊച്ചു കുട്ടികൾക്കൊന്നും ഇടാൻ പറ്റാത്ത കാരണം ജീരകം മാത്രമാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇച്ചിരി എരിയുടെ അംശം വേണമെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടാം. അങ്ങനെ ഇതിന് ഓരോ മാറ്റമൊക്കെ വരുത്താം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനെടുക്കുമ്പോൾ മറക്കാതെ അതിനകത്ത് സ്വല്പം നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ കിച്ചടി. അപ്പോൾ എല്ലാവരും ഈ കിച്ചടി ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബായ്. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ കിച്ചടി.